ഉത്തർപ്രദേശിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ആരോപണം വലതുപക്ഷ പാർട്ടികൾ ഏറെ നാളായി ഉയർത്തുന്നതാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പ്രണയം നടിച്ച് വലയിലാക്കി അവിടെ നിന്നും മതം മാറ്റം നടത്തുന്നതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. മതം മാറ്റിയ ചില സ്ത്രീകളെ അഫ്ഗാനിസ്ഥാൻ, സിറിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോയി അവരെ അവിടെ തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള തീവ്രവാദികൾക്ക് ലൈംഗിക അടിമകളാക്കി ഉപയോഗിക്കാൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായിട്ടുള്ള ഫാത്തിമ നിമിഷയായിരുന്നു അവിടെ പോയി ഫാത്തിമയായി. അങ്ങനെയുള്ള ലവ് ജിഹാദിൻ്റെ വലിയ രീതിയിലുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം കോടതിയിലെത്തിയപ്പോൾ ടെക്നിക്കലി ഇതിന് തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞത്. സംഭവത്തിന് യാതൊരുവിധ തെളിവില്ല. കാരണം ഈ പ്രണയിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമില്ല. പ്രണയിച്ചു കഴിഞ്ഞാൽ ആ ആളെ മതം മാറ്റുന്നത് തെറ്റാണോ തെറ്റല്ലേ എന്ന് മതം മാറിയ ആളാണ് പറയേണ്ടത്. പക്ഷേ നമുക്കറിയാം, പ്രണയം എന്ന് പറയുന്നത് അന്ധമാണ്. പ്രണയിക്കുമ്പോൾ കമിതാക്കൾ പരസ്പരം തങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാകും. അത് കഴിഞ്ഞ് യഥാർത്ഥ ജീവിതം, അതായത് റിയാലിറ്റിയിലോട്ട് കടക്കുമ്പോൾ മാത്രമേ, ആ ഫാൻറ്റസി ലൈഫിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് കടക്കുമ്പോൾ മാത്രമേ ഇതൊരു കുരുക്കായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്, ലവ് ജിഹാദും കൺവേർഷൻ റാക്കറ്റും, ഒരു മാസീവ് ലവ് ജിഹാദും കൺവേർഷൻ റാക്കറ്റ്, അതായത് ഭയാനകരമായിട്ടുള്ള ഒരു കൺവേർഷൻ റാക്കറ്റിനെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു, അവരെ പൊളിച്ചടുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. ജമാലുദ്ദീൻ നസ്രീൻ എന്ന് പറയുന്ന ഇതിലെ 2 തലവന്മാരെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർക്ക് 100 കോടി രൂപയാണ് ഫോറിൻ ഫണ്ട് ഈ ജിഹാദിനായി വരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ ഇവരുടെ വലയിലേക്ക് ആകർഷിക്കുക, അവരുടെ തലയിൽ മതമൗലികവാദം കുത്തിക്കയറ്റുക, അതിനുശേഷം മറ്റ് മതങ്ങളുള്ള സ്ത്രീകളെ പ്രണയിക്കാനായി പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അങ്ങനെ പ്രണയിക്കാൻ പറഞ്ഞു വിടുമ്പോൾ ഈ മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇവർ ഫേക്ക് ആയിട്ടുള്ള പേരുകൾ നൽകും, അതായത് വ്യാജ ഹിന്ദു പേരുകളോ ക്രിസ്ത്യൻ പേരുകളോ നൽകും. അതിനുശേഷം ഹിന്ദു പെൺകുട്ടികളെയോ ക്രിസ്ത്യൻ പെൺകുട്ടികളെയോ പ്രണയിച്ച് അവരെ മതം മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ മതം മാറ്റുന്ന സ്ത്രീകൾക്ക് കാസ്റ്റ് വൈസിലാണ് പേയ്മെന്റ് നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ബ്രാഹ്മൺ സ്ത്രീ ആണെങ്കിൽ 16 ലക്ഷം രൂപയാണ് ഈ യുവാവിന് ലഭിക്കുന്നത്. രജ്പുത്ത്, സിഖ് എന്നിങ്ങനെയുള്ള മതങ്ങളിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ 16 ലക്ഷം രൂപ ലഭിക്കും. OBC വിഭാഗത്തിൽപ്പെട്ട മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീയാണെങ്കിൽ 12 ലക്ഷം രൂപയും, അല്ലെങ്കിൽ മറ്റ് കാസ്റ്റുകളിൽപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാഹോറിലടക്കം ഈ ലവ് ജിഹാദ് ടീമിൻ്റെ വലിയ രീതിയിലുള്ള കണ്ണികൾ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള അൻവർ ഖാദ്രി 3 ലക്ഷം രൂപ സാഹിൽ അൽത്താഫ് എന്നിങ്ങനെയുള്ള 2 പേർക്ക് പേ ചെയ്തിട്ടുണ്ട്. അതായത് 2 പേർക്ക് ഈ ലവ് ജിഹാദിന് ഒരു ഹിന്ദു പെൺകുട്ടിയെ കൺവേർട്ട് ചെയ്യാനായി കൊടുത്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ തരാം ഈ പെൺകുട്ടിയെ കൺവേർട്ട് ചെയ്താൽ എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും NSA ഹാസ് ഇമ്പോസ്ഡ് ഓൺ കോൺഗ്രസ് കൗൺസിലർ ഖാദ്രി എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും അയാൾ ഒരു കൺവേർഷൻ ക്യാമ്പും നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ UP യിൽ നിന്ന് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.